ശ്രുതി 1,00,000 രൂപ എടുത്തതറിഞ്ഞ് തലകുനിച്ച് നിൽക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും. തെറ്റ് നിങ്ങളുടെ ഭാഗത്തായിട്ട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞില്ലേ? ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്ന് ദേവി ചോദിക്കുകയാണ്. ഉടൻ ചന്ദ്ര ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ നീ നോക്കുന്നേ? ഒരു പാവം പയ്യൻ്റെ തലയിൽ കുറ്റം ആരോപിച്ചിട്ട് വായിൽ വന്നതെല്ലാം പറഞ്ഞില്ലേ? ഇപ്പോൾ അവർ പറയുന്നത് നീ കേൾക്കണം. അവരോട് എന്ത് പറയണമെന്നറിയാതെ ചന്ദ്ര നിൽക്കുകയാണ്. എൻ്റെ കുടുംബത്തെ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ? അമ്മയ്ക്കിപ്പോൾ ഒന്നും പറയാനില്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഇനി എന്ത് പറയും രേവതി? പണം മോഷ്ടിച്ചത് സ്വന്തം മോനായി പോയില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഉടൻ ചന്ദ്ര സച്ചിയെ തുറിച്ചു നോക്കുന്നുണ്ട്. വീട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുന്നത് കണ്ടിട്ടും അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടോ എന്ന് സച്ചി ശ്രുതിയെ നോക്കി പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കരയാറായി നിൽക്കുകയാണ്. എടി, മേക്കപ്പ് ഇട്ടുന്ന പെണ്ണേ, അപ്പോൾ അടിച്ചു മാറ്റിയ പൈസയ്ക്കാണല്ലേ ഹണിമൂണിന് പോകുന്നേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സഹികെട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്താ ശ്രുതി മിണ്ടാതെ നിൽക്കുന്നേ? എന്തേലും പറ. അത് പിന്നെ ശ്രുതി എന്ത് പറയണമെന്നറിയാതെ ശ്രുതി നിൽക്കുകയാണ്. ഉടനെ അച്ഛൻ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. നിനക്ക് ഈ പണം എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അതച്ഛാ, ശ്രുതി എന്ത് പറയുമെന്ന് ആലോചിക്കുന്നു. ഉടൻ അച്ഛൻ, പറയടാ, എങ്ങനെ കിട്ടി എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ശ്രുതി പേടിച്ച് ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പിന്നെയും അച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, അയ്യോ നിൽക്ക്, അയ്യോ ഞാൻ എങ്ങനെ മറന്നുപോയി, അത് ദൈവമേ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര സോഫയിലോട്ട് ഇരിക്കുന്നുണ്ട്. ചന്ദ്ര പറയുന്നത് കേട്ട് എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. നീ എന്താ ചന്ദ്രയെ പറയുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞാനാണ് ടിക്കറ്റ് എടുക്കാനെന്നും പറഞ്ഞ് അവന് പൈസ കൊടുത്തത്. എന്നിട്ട് അക്കാര്യം ഞാൻ മറന്നുപോയല്ലോ. എങ്ങനെ മറന്നു എന്തോ, ദൈവമേ മറന്നുപോയല്ലോ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ആഹാ എന്താ അഭിനയം. അപ്പോൾ ചന്ദ്രയെ നീയാണോ അവന് പൈസ കൊടുത്തത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതെ, അവന് ശമ്പളം കിട്ടാൻ ലേറ്റാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ആ പൈസ എടുത്ത് കൊടുത്തത് എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്നിട്ട് അക്കാര്യം ഞാൻ മറന്നുപോയല്ലോ. നിനക്കെങ്കിലും ഓർത്തൂടായിരുന്നോ ശ്രുതി എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഓ, അമ്മ തന്നത് അച്ഛന് കിട്ടിയ പൈസയായിരുന്നല്ലേ. ഞാൻ കരുതി വേറെ പൈസയാണെന്ന്. ഒന്ന് പോടാ അവിടുന്ന്. ഇതിപ്പോൾ ഞാൻ ആ പയ്യനെ എന്തൊക്കെയോ പറഞ്ഞു. അയ്യോ, ഞാൻ തെറ്റാണ് ചെയ്തത് എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, നീ ഈ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ തന്നെ ശ്രുതിക്ക് പൈസ എടുത്ത് കൊടുത്തിട്ട് ഈ പയ്യനോട് നീ എന്തൊക്കെയാണ് പറഞ്ഞത്? തെറ്റ് പറ്റിപ്പോയി, ഞാൻ മറന്നുപോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ പോരാ, ശരത്തിനോടും കുടുംബത്തിനോടും മാപ്പ് പറയാൻ അച്ഛൻ പറയുന്നുണ്ട്. മാപ്പ് പറയണോ എന്ന രീതിയിൽ ചന്ദ്ര ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ നോക്കുന്നേ? മാപ്പ് പറയ് ചന്ദ്രേ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കൂ, ഓർമ്മയില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞോളൂ, എന്നോട് ക്ഷമിക്കൂ മോനെ, വേറൊന്നും വിചാരിക്കരുതേ, മറവി കാരണമാണ്, എന്നോട് ക്ഷമിക്കൂ, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. രേവതി, നീ ഇതൊന്നും മനസ്സിലെടുക്കല്ലേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അടിപൊളി അഭിനയം എന്ന് പറഞ്ഞ് സച്ചി കൈയടിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ മികച്ച നടിക്കുള്ള അവാർഡ് അമ്മയ്ക്ക് തന്നെ കിട്ടുമെന്ന് സച്ചി പറയുന്നുണ്ട്. വിടടാ സച്ചി, അവൾ എന്തായാലും ക്ഷമ ചോദിച്ചല്ലോ, ഓർമ്മയില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങളും ഒന്ന് മനസ്സിൽ വയ്ക്കരുതെന്ന് അച്ഛൻ രേവതിയുടെ കുടുംബത്തിനോട് പറയുന്നുണ്ട്. ശരി, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് രേവതിയുടെ അമ്മ പറയുന്നു. വന്നപ്പോൾ മുതൽ നിൽക്കുകയല്ലേ, ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോകാം. രേവതി, അമ്മയ്ക്കും അനിയനും അനിയത്തിക്കും ചായ കൊടുക്കുമെന്ന് അച്ഛൻ പറയുന്നു. വേണ്ട രേവതി, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് രേവതിയുടെ അമ്മ പറയുന്നുണ്ട്. എടാ ശരത്തെ, ഇതെല്ലാം കേട്ടിട്ട് നീ ഇങ്ങോട്ടൊന്നും വരാതെ ഇരിക്കരുത് കേട്ടോ. ഇത് നിൻ്റെയും കൂടെ വീടാണ്, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം. ശരി, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് രേവതിയുടെ കുടുംബം അവിടെ നിന്നും പോകുന്നുണ്ട്. ഹാവൂ, രക്ഷപ്പെട്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. നൈസായിട്ട് മോനെ അങ്ങ് രക്ഷിച്ചു അല്ലേ. എത്ര നാൾ നീ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. ചന്ദ്ര ശ്രുതിയെ തുറിച്ചു നോക്കിയിട്ട് മുറിയിലേക്ക് പോകുന്നു. ശ്രുതി അമ്മയുടെ പുറകെ മുറിയിലേക്ക് പോകുന്നു. മുറിക്കുള്ളിൽ ചന്ദ്ര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ശ്രുതി അമ്മ എന്ന് വിളിച്ചതും ചന്ദ്ര ശ്രുതിയെ തല്ലാൻ തുടങ്ങി. നീ എന്തിനാടാ പണം എടുത്തത്? ചോദിച്ചാൽ ഞാൻ തരികില്ലായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ തല്ലുകയാണ്. അത് അമ്മേ, പറ്റിപ്പോയി, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പണമില്ലായിരുന്നു എന്ന് ശ്രുതി പറഞ്ഞു. അതിന് സ്വന്തം വീട്ടിൽ നിന്നും പണം മോഷ്ടിക്കുന്നോ? നീ കാരണം ആ പൂക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു, മാപ്പും പറയേണ്ടി വന്നു എന്ന് ചന്ദ്ര പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല അമ്മേ എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ഞാനിപ്പോൾ കള്ളം പറഞ്ഞ് നിന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സച്ചി നിന്നെ അടിച്ചു കൊന്നേനെ. അതൊക്കെ വിട്, ശ്രുതിയുടെ മുമ്പിൽ നാണം കെട്ടില്ലേ, ഇനി അവളുടെ മുഖത്ത് നീ എങ്ങനെ നോക്കും?
എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. തെറ്റ് പറ്റിപ്പോയമ്മേ, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ശ്രുതി കരയുകയാണ്. മോനെ, നീയാണ് എൻ്റെ എല്ലാം. ഇനി എന്നെ ഇതുപോലെ തല കുനിപ്പിച്ച് നിർത്തരുത്. വേഗം നീ ഒരു ജോലി കണ്ടുപിടിക്കേ എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് ശ്രുതി മുറിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് രേവതി കാണുകയാണ്. ശ്രുതി രേവതിക്ക് മുഖം കൊടുക്കാതെ വേഗം തൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങുകയാണ്.